അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ തോളിൽ കിടന്നുകൊണ്ട് എൻ്റെ അന്നമ്മ കരഞ്ഞത് യവനെ കണ്ടിട്ടാണ് കേട്ടോ. ഈ ക്രിസ്മസ് ഫാദറിനെ കണ്ടിട്ടാണ് അന്നമ്മ കരഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ കിട്ടുവാണ്. യവനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ യവനെ കണ്ടാൽ കരയില്ല, പക്ഷേ ഈ ഒരു മുഖം മൂടി വെച്ച് യവനെ കണ്ടു കഴിഞ്ഞാൽ കരയും. അപ്പോൾ ക്രിസ്മസ് ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഏകദേശം 500-ന് പുറത്ത് ക്രിസ്മസ് ഫാദർ അണിനിരക്കുന്ന ഒരു വമ്പിച്ച ഘോഷയാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ചെറിയ കുട്ടികൾ, ഒരു 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള പിള്ളേർ മുതൽ നല്ല പ്രായമുള്ളവർ വരെ ക്രിസ്മസ് ഫാദറായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അടിപൊളി ഘോഷയാത്ര നമ്മുടെ കാട്ടാക്കട തൂങ്ങാമ്പാറ റോഡ് വഴി ഇപ്പോൾ പോകുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനും അന്നമ്മയും കൂടെ വന്നത്. അന്നമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പേടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പേടിയാണ്. കരോളിന് ക്രിസ്മസ് ഫാദറൊക്കെ വരുമ്പോൾ എവിടെ കയറി ഓടിക്കളയും. ഞാൻ പിന്നെ പാവല്ലേ എന്ന് പേടിയൊക്കെ മാറാൻ വേണ്ടി അങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവളെയും എടുത്തുകൊണ്ട് പരിപാടി കാണാൻ വന്നത്. പരിപാടി കാണാൻ വന്നപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്കുക. വീട്ടിൽ പോകണോ? കരയണത് കണ്ട, അതിൻ്റെ കരയണ പോകണ്ട. പേടിച്ചിരിക്കുന്നതാ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് തൂങ്ങാമ്പ്രയുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യ ദേവാലയത്തിലെ പള്ളി കമ്മിറ്റി, പള്ളിയിലെ ആളുകളും ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റാലി തുടങ്ങാറായിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. കിട്ടേ ഓ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ ഇതൊരു 500 പേര് വരാൻ സാധ്യതയില്ല. എങ്കിലും ഒരു 300 പേരൊക്കെ വരും, ഉറപ്പായിട്ട് വരും. 500 പേരുണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിലും നല്ല കളർഫുൾ പരിപാടിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ കണ്ടിട്ടും അന്നമ്മേരെ പേടിക്ക് ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ.